വീക്കെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബോറാണ്. അപ്പോൾ തുണികളൊക്കെ കഴുകാനുള്ളതൊക്കെ കഴുകിയിട്ട് കഴിഞ്ഞാൽ വേറൊരു പണിയില്ല, കിടന്നുറങ്ങുക, ഫുഡ് അടിക്കുക, ഇതൊക്കെ എൻ്റെ പരിപാടി. അപ്പോൾ നേരം പോക്കിന് നമ്മൾ ചെയ്യണ ഓരോ പരിപാടികളാണ് കേട്ടോ. കരിക്കാന്ന് തോന്നുന്നു, നോക്കാം. വെയിറ്റ് ഉണ്ട്. കരിക്ക് സാധാരണ നമ്മൾ ഇങ്ങനെ പൊളിക്കാറില്ല, കാരണം ഇതിൻ്റെ ചിരട്ട ഭയങ്കര സോഫ്റ്റാവും. അത് ചിലപ്പോൾ പൊളിഞ്ഞ് വെള്ളം മുഴുവൻ പുറത്തേക്ക് പോകും. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ച് വെട്ടുകത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെത്താം. കരിക്ക് സാധാരണ ചെയ്യണമില്ല. ഇവിടെ അതിനുള്ള മൂർച്ചയുള്ള വെട്ടൊക്കെയൊന്നും ചെറുതായി വിണ്ടോ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ. ഇതുണ്ടോ ഇവിടെ ചെറുതായിട്ട് ഇതിൻ്റെ ചിരട്ട വിണ്ടുണ്ട്. പൊട്ടി പൊത്ത ഇവിടെ ചിരട്ട. നോക്കി നോക്കാം എങ്ങനെയുണ്ട്. അല്ല കുഴപ്പമില്ല, ഒരു തരിപ്പ് ഉണ്ടാവില്ലേ, അതില്ല. കുടിക്കാം. ഇനി ഇതിൽ കഴമ്പ് വല്ലതും ഉണ്ടോ നോക്കി വെക്കാം, അത് വെട്ടി പൊളിച്ചിട്ട്. തുമ്പികൾ കാര്യമായിട്ടൊന്നുമില്ല. കഴമ്പ് നല്ല ടേസ്റ്റിന് കേട്ടോ. വെള്ളം കയറിയിട്ട് രുചിയില്ലെങ്കിലും കഴമ്പ് അടിപൊളിയാണ്. കുറച്ചല്ലോ, പക്ഷേ അല്ല അതിനോട് ഞാൻ കഴിച്ചു. അമ്മ കഴിച്ചു നോക്ക്. അങ്ങനെ നമ്മുടെ വീക്കെൻഡ് ഒരുവിധം ടി വി കണ്ടും ഉറങ്ങിയിട്ടൊക്കെ കണ്ട് അവസാനിച്ചു കിട്ടാം. അപ്പോൾ ഞായറാഴ്ച വൈകുന്നേരമായി വേണം നമുക്ക് കുറ്റബോധം വരിക. അപ്പോൾ ഒന്ന് നടക്കാൻ ഇറങ്ങണം. നമ്മൾ കുറച്ച് ദൂരം നടന്നിട്ട് വരാം. സാധാരണ നമ്മളൊരു 6000-7000 സ്റ്റെപ്സൊക്കെയാണ് നടക്കാറ്. ഇന്ന് നമുക്ക് അതിലും കൂടുതൽ നടക്കണം എന്നാണ് ഒരു ആഗ്രഹം. നോക്കാം. നമ്മൾ ചൂടുള്ള ബോളി ഉണ്ടാക്കണ്ടല്ലോ, കഴിച്ചാലോ? வந்து கொஞ்சம் ஜாஸ்தியா இருக்கும். தேங்காய் கொடுங்க. രണ്ട് തരത്തിലാണ് ഇത്. ഒരെണ്ണം തേങ്ങ ഇട്ടിട്ടും പിന്നെ ഒരെണ്ണം പരിപ്പ് ഇട്ടിട്ടും. നമ്മൾ തേങ്ങയുടെ ആണ് ഇപ്പോൾ മേടിച്ചിട്ടുള്ളത്. ഉണ്ടാക്കുന്ന കാണിച്ചു തരാം. அது என்ன பரிப்பா? அது தேங்காவா? சமோசா.
ഇതായില്ലോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെയാണ് ഈ ഒരു കടയുള്ളത്. നടക്കാൻ തുടങ്ങുമ്പോഴേക്കും ഇതൊക്കെ കഴിച്ച് നടക്കാനുള്ള മൂഡ് പോയി. പിന്നെ രാത്രി അപ്പം ഇനി വേറെ ദിവസം നടക്കാം. തൽക്കാലം പാഴ്സൽ കഴിച്ചിട്ടുണ്ട്, അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് മമ്മിക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വേണം. ഇന്നത്തെ വീഡിയോ ഇത്രയും.